Ummy's Tasty Hut. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പിയാണ്. തലശ്ശേരിക്കാരുടെ ഉള്ളി വരട്ടിയത്. ഇത് വെറും ഒരു സിമ്പിൾ കറിയാണ്. നമുക്ക് ദോശക്കും പത്തിരിക്കൊക്കെ കറിയില്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് കറി. ഇതിന് വീട്ടിലുള്ള സാധനം തന്നെ മതി. സവാളയും പച്ചമുളകും തക്കാളിയും ഒക്കെ മതി ഈ കറി ഉണ്ടാക്കാൻ. പണ്ടൊക്കെ എൻ്റെ ഉമ്മ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ കറി ഉണ്ടാക്കി തരാറുണ്ട്. ഇതാകുമ്പോൾ ആർക്കും പരാതിയൊന്നും ഉണ്ടാവില്ല. കാരണം നല്ല ടേസ്റ്റിയാണ് ഇത് കൂട്ടി ദോശയൊക്കെ കഴിക്കാൻ. അപ്പോൾ നമുക്കതിങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതുപോലുള്ള ഒരു ബെല്ലൈക്കൺ കൂടി വരും. അതും കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള വഴറ്റാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കരിവേപ്പില, പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണേ. ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്നിട്ടാൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള നല്ല സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കണം. നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. 2 സവാള എടുക്കുമ്പോൾ ഒരു തക്കാളി എടുക്കുക. അതാണ് കണക്ക് ഈ കറീൻ്റെ. തക്കാളി നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ മതിയാവും. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വേറൊന്നും ഇതിൽ ചേർക്കാനില്ല. ഈ 2 സാധനം മാത്രം ചേർത്താൽ മതി. ഇനി ഈ മുളക് പൊടിയുടെ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. കുറേ സമയമൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വെള്ളമായി പോവരുത്. നല്ല വരട്ടിയെടുത്ത പോലെ കുറച്ചൊരു തിക്കായിട്ടുണ്ടാവും ഈ കറി. ഇനി കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഉള്ളി വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് വെള്ളമെല്ലാം. ഇത്രയേ പണിയുള്ളൂ ഈ കറിക്ക്. ഇനി ഇത് സർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഉള്ളിയെ വരട്ടിയത്. ദോശയൊക്കെ ചുടുന്ന സമയത്ത് തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഇത് പെട്ടെന്ന് റെഡിയാക്കാം. കറിക്കൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കുക. നല്ലൊരു റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്